നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടു കെമിസ്ട്രി പരീക്ഷയും കഴിഞ്ഞു. പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ബയോളജി ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ പരീക്ഷ ഫിസിക്സ് ആയിരുന്നു. പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് കഴിഞ്ഞതിന് ശേഷം ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിൻ്റെ പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേന് കുട്ടികളെല്ലാം പറഞ്ഞു, സാറേ ഈ വർഷത്തെ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം, കഴിഞ്ഞ വർഷം പ്ലസ് 1 മാത്സ് ആണെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം ഈ വർഷം ഫിസിക്സ് ആയിരിക്കുന്നു. ഞാൻ അന്നേരം ഒരു വീഡിയോ അതിനുശേഷം ഇട്ട് നിങ്ങൾ നോക്കിയാൽ കാണാം. പ്ലസ് ടു കെമിസ്ട്രി വളരെ ശ്രദ്ധിക്കണം, ഇനിയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പണി പാളും എന്ന് തന്നെയായിരുന്നു ആ വീഡിയോയുടെ തംബ്നെയിൽ. വ്യൂവേഴ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടിയല്ല. ഇന്നിപ്പോൾ കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞ ശേഷം ഒരു അധ്യാപകനുള്ള എല്ലാം നന്നായിട്ട് എഴുതണമെന്നാണ്. പക്ഷേ ഇന്നത്തെ പ്ലസ് ടു കെമിസ്ട്രി കഴിഞ്ഞ ശേഷം കുട്ടികൾക്ക് കമൻസ് ഇടാം. കുട്ടികൾ കൂടുതൽ പേരും, ഒരു 90% പേരും പറയുന്നത് ഇതിനേക്കാട്ടിൽ ഭേദം ഫിസിക്സ് ആയിരുന്നാണ്. കാരണം അത്രയും ടഫായിട്ടുള്ള, ചില കുട്ടികൾ നന്നായിട്ട് എഴുതിയ കുട്ടികൾ കാണുമായിരിക്കാം, അവർക്കും കമൻസ് ഇടാം. പക്ഷേ മെജോറിറ്റി കൂടുതൽ പേരും, കേരളത്തിലെ കൂടുതൽ പേരും സ്റ്റേറ്റ് സിലബസിൽ പ്ലസ് ടു എഴുതിയ കുട്ടികൾ കൂടുതൽ പേരും വളരെ ബുദ്ധിമുട്ടായിട്ട് പരീക്ഷ എഴുതുകയും പല അധ്യാപകരോട് ചോദിച്ചപ്പോൾ അധ്യാപകരും പറഞ്ഞത് സ്ഥിരം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ അല്ല ചോദിച്ചത്. ഇത് തന്നെയാണ് നമ്മുടെ ഫിസിക്സിനും പറ്റിയത്. കാരണം മോഡൽ എക്സാം വളരെ സിമ്പിളായിരുന്നു, മാത്സിൻ്റെയും വളരെ സിമ്പിളായിരുന്നു, കെമിസ്ട്രിയുടെയും വളരെ സിമ്പിളായിരുന്നു. ഈ മോഡൽ എക്സാമുമായിട്ട് യാതൊരു വിധ പുലബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ ഇട്ട് പിള്ളേരെ അങ്ങ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. എങ്ങനെങ്കിലും മാർക്ക് കിട്ടാതിരിക്കണം. എന്തായാലും നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് രണ്ടും കൽപ്പിച്ചിറങ്ങിയേക്കുകയാണ്. ഈ ഒരു പ്രവണത വളരെ മോശമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ പറയുന്നുണ്ട്. കാരണം കുട്ടികളുടെ മാനസികാവസ്ഥ, കാരണം ഇത് പ്ലസ് 2 ആണ്. ഇത് കഴിയുമ്പോൾ അവർക്കൊരു ഫ്യൂച്ചറിൽ ഒരു കോഴ്സ് എടുക്കണമെങ്കിൽ നല്ല മാർക്ക് വേണം. പ്ലസ് 1 മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്ത കുട്ടികൾക്ക് ഈ വർഷം അവിടെ ആഡ് ചെയ്യുമ്പോഴാണ് മാക്സിമം മാർക്ക് കിട്ടിയില്ലെങ്കിൽ പലതിൻ്റെ അഡ്മിഷനെ ബാധിക്കും, പല എൻട്രൻസുകളെയും ബാധിക്കും. ഇതെല്ലാം ഇങ്ങനെ ഇരിക്കെ അടുത്ത കെമിസ്ട്രിയും വളരെ മോശമായ രീതിയിലൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയി പോയെന്നുള്ളതാണ്. അധ്യാപകരെ ഒരു പരിധിവരെ ഞാൻ ഒരു 2-3 പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരെ വിളിച്ചു ചോദിച്ചു. നമ്മുടെ തന്നെ അധ്യാപകരെല്ലാം ക്വസ്റ്റ്യൻ നോക്കിയ ശേഷം ഒരു സ്ഥിരം പാറ്റേൺ അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. കാരണം ഇങ്ങനെ രീതിയിൽ പോയി കഴിഞ്ഞാൽ അടുത്തത് മാത്സ് ആണ്. ഇപ്പം ഫിസിക്സും കെമിസ്ട്രിയും പാടായതുകൊണ്ട് അവർ രണ്ടുപേരും മച്ചമ്പിയുമായി, ഇപ്പം സെയിം പിച്ചായി. ഇനിയിപ്പം മാത്സ് എങ്ങനെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം പറയാം, നല്ല ഗംഭീരമായിട്ട് പഠിച്ചിട്ട് പോയാൽ മതി മാത്സും എന്നുള്ളതാണ്. പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലസ് 1 കുട്ടികളുണ്ടെങ്കിൽ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഇത് കണ്ടിട്ട് നിങ്ങൾ നല്ല ചിരിച്ചിരിക്കേണ്ട. നിങ്ങളുടെ മെയിൻ പരീക്ഷകൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മെയിൻ പരീക്ഷകൾ തുടങ്ങുന്നത് നിങ്ങൾക്കറിയാം. അടുത്ത ദിവസങ്ങളിൽ തുടങ്ങുന്ന പരീക്ഷകൾ നിങ്ങൾ ഗംഭീരമായിട്ട് പഠിച്ചിട്ടേ പോകാവുള്ളൂ. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് നോക്കാൻ പോലും അവസ്ഥയില്ല. അന്നേരം ഗംഭീരമായിരിക്കണം. കഴിഞ്ഞ വർഷത്തെ പ്ലസ് 1 മാത്സ് മാത്രമേ ഉള്ളായിരുന്നു പാട്, ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം എളുപ്പമായിരുന്നു. ഈ വട്ടം എല്ലാം എളുപ്പമായിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ. എന്തായാലും ഈ ഒരു രീതി, ഗവൺമെൻറ് രീതി ഒരു വിഷമം തരുന്ന രീതി തന്നെയാണ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും. വാല്യുവേഷനെങ്കിലും നല്ല രീതിയിൽ ലിബറലാക്കി കുട്ടികൾക്ക് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.